പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ മൊയിൻ അലി തങ്ങൾക്ക് ഭീഷണി സന്ദേശം അയച്ച കേസിൽ ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്ത പോലീസ്. ലീഗ് പ്രവർത്തകനായ റാഫി പുതിയ കടവിലിന് എതിരെയാണ് കേസെടുത്തത്. സമുദായ നേതാക്കളുടെയും പാർട്ടി നേതാക്കളെയും വെല്ലുവിളിച്ച് മുന്നോട്ട് പോയാൽ വീൽ ചെയറിൽ പോകേണ്ടി വരുമെന്ന ഭീഷണി സന്ദേശമാണ് ഫോണിൽ ലഭിച്ചത്. തങ്ങൾക്ക് ഇനി ഭീഷണി തന്നെ കേട്ടോ. തങ്ങൾക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റൂല. തങ്ങളുടെ പരിപാടിയിലൊക്കെയാണ് നമ്മളെല്ലാം നീങ്ങുന്നത്. കാരണം പാർട്ടി നിങ്ങൾ ഇതാക്കിയിട്ട് നേതൃത്വത്തിനെല്ലാം വെല്ലുവിളിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വധഭീഷണി തന്നെ നിങ്ങൾ ഈ പോക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ പോകേണ്ട ഗതി നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ നല്ലവർക്ക് ഒരു തങ്ങൾ കുടുംബത്തിലായതുകൊണ്ട് എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയെല്ലാം ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ഈ കോലത്തിൽ സംസാരവും കാര്യങ്ങളായിട്ട് സമുദായ നേതാക്കളെയും പാർട്ടി നേതാക്കന്മാരെല്ലാം വെല്ലുവിളിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ തന്നെ പോണ്ടി വരും. സംഭവത്തിൽ മൊയിൻ അലി തങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. റാഫിയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കട്ടെ എന്ന് മൊയിൻ അലി പ്രതികരിച്ചു. അല്ല, നമുക്ക് പ്രവർത്തകനാണെന്നില്ലല്ലോ. ഇതിപ്പോൾ പാർട്ടിയുമായിട്ട് നമ്മൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നേതാക്കന്മാരോടൊക്കെ പല തരത്തിൽ ബന്ധമുണ്ടാവും. അപ്പോൾ ഔദ്യോഗികമാവണമെന്നില്ല, അനൗദ്യോഗികം പറ്റും. എന്താണ് ഈ ഭീഷണിക്ക് കാരണം എന്താണെന്ന് കേൾക്കുന്നത്? കാരണം എന്താണെന്ന് മൂപ്പർക്ക് തന്നെ വിളിച്ച് ചോദിച്ചാൽ തന്നെ പറയാൻ പറ്റും. ആരെയും പ്രേരണ അതിപ്പോൾ നിങ്ങളൊരാളെ വിളിച്ച് വധിക്കുക അല്ലെങ്കിൽ വീൽ ചെയറിൽ ഇരുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ, ഗവൺമെൻറ്, പോലീസ് ലെവലിൽ ചെയ്യാൻ പറ്റും. പരാതിയുമായി മുന്നോട്ട് പോകും. പരാതിയെ കുറിച്ചു സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന ഞാനും ചെയ്തു. CV അനുമോദ് ചെയ്തതിൻ്റെ വിവരങ്ങളുമായി അനുമോദ് എന്നാലും ലീഗ് പ്രവർത്തകനാണ് എന്നുള്ളത് അദ്ദേഹം ഒരു ദീർഘനാളായുള്ള ലീഗ് പ്രവർത്തകനാണോ? ഇനി മറ്റൊന്ന്, ഇതിനുള്ള കാരണം എന്താണ്? ആ വേദിയിൽ കുഞ്ഞാലിക്കുട്ടിയൊക്കെ മുന്നവെച്ച് മൊയിൻ അലി സംസാരിച്ചതാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിന് കാരണമായത്? നമുക്കറിയാം, ഈ റാഫി പുതിയകടവ് ആദ്യമായിട്ടല്ല ഈ മൊയിൻ അലി തങ്ങളെ അധിക്ഷേപിക്കുന്നത്. 2 വർഷം മുമ്പ് ലീഗ് ഓഫീസിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെ ഇയാൾ അവിടെ കയറി വന്ന് മൊയിൻ അലി തങ്ങളെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്ന് ഇയാൾക്കെതിരെ പാർട്ടി സസ്പെൻഷൻ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത് ഇയാൾ മാപ്പ് പറയുകയും ചെയ്തതാണ്. ഇനിയിപ്പോൾ വീണ്ടും ഈ റാഫി പുതിയകടവിൽ ഇത്തരത്തിലൊരു ഭീഷണിയായി വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന്റെ കാരണമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം മൊയിൻ അലി നടത്തിയ ഒരു പ്രസ്താവനയാണ്. MSFന്റെ പൈതൃകം പരിപാടിയിൽ PK കുഞ്ഞാലിക്കുട്ടിയും അബ്ദുൾ സമദ് സമദാനിയൊക്കെ പാണക്കാട്ട് തങ്ങന്മാരെ പ്രശംസിച്ചുകൊണ്ട് പറയുകയായിരുന്നു. പാണക്കാട്ട് കുടുംബത്തിന്റെ കൊമ്പും ജില്ലയുമാരും വെട്ടാൻ വരരുതെന്ന് കുഞ്ഞാലിക്കുട്ടിയും, അതുപോലെ തന്നെ ചന്ദ്രനോളം ഉയരത്തിലാണ്, ആർക്കും സ്പർശിക്കാൻ കഴിയാത്ത ഉയരത്തിലാണ് പാണക്കാടെന്ന് സമദാനിയും പ്രശംസിച്ചിരുന്നു. ഇതൊക്കെ തള്ളി കളഞ്ഞുകൊണ്ട് മൊയിൻ അലി തങ്ങളുടെ ഒരു പ്രസ്താവന വന്നിരുന്നു. കൊമ്പും ജില്ലയിൽ നിന്നും ആരും വെട്ടാൻ വരുന്നില്ലെന്നും ചന്ദ്രനെയും മറ്റും മറയ്ക്കാനായി ശ്രമിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പരോക്ഷ വിമർശനം. ഇതായിരിക്കാം ഒരുപക്ഷെ ഇപ്പോഴത്തെ പുതിയ പ്രകോപനത്തിന് കാരണം എന്ന് വേണം കരുതാൻ. കാരണം മൊയിൻ അലി തങ്ങൾ എപ്പോഴും പാണക്കാട് മറ്റ് തങ്ങന്മാരിൽ നിന്നും വേറിട്ട് പല കാര്യങ്ങളിലും അഭിപ്രായം അറിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പലപ്പോഴും പാർട്ടിയെ വിട്ടലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിക്കും അതുപോലെ തന്നെ പാർട്ടിയിലെ കുഞ്ഞാലിക്കുട്ടി പക്ഷത്തുള്ള നേതാക്കൾക്കുമെതിരെയാണ് മൊയിൻ അലി പലപ്പോഴും ശബ്ദം ഉയർത്തിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു അണിയുടെ അല്ലെങ്കിൽ മുൻപത്തെ ഒരു അനുഭവം കൂടി വെച്ച് മൊയിൻ അലി തങ്ങൾക്കെതിരെ അത്തരത്തിലൊരു പ്രകോപനം അയാൾ ആവാനാണ് സാധ്യത. എന്നാലും റാഫി പുതിയകടവിലാണോ ഇത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ല. മൊയിൻ അലി തങ്ങൾ പറഞ്ഞതും അദ്ദേഹം പോലീസിൽ പരാതി കൊടുത്തതുമായ സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ പറയുന്നത്. മറ്റു വിശദീകരണങ്ങൾ, മറ്റു കാര്യങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.